നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം എന്നു തിരിച്ചു കിട്ടുമെന്നതിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു കൃത്യമായി ഉത്തരം പറയാത്തതിൽ നിരാശ പ്രകടിപ്പിച്ച് മുനമ്പം സമരസമിതി. പ്രശ്നം പരിഹരിക്കുമെന്ന് മുനമ്പത്ത് എത്തി ഉറപ്പ് നൽകിയ കിരൺ റിജ്ജു പക്ഷേ ജനങ്ങൾ നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചാണ് മടങ്ങിയത്. മന്ത്രി വ്യക്തമായ പ്രഖ്യാപനം നടത്താത്തതിൽ നിരാശയുണ്ടെങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ലെന്നായിരുന്നു മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. മുനമ്പം സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രിയിൽ നിന്ന് വലിയൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ അതുണ്ടായില്ലെന്നും മുനമ്പം സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യർ പറഞ്ഞു. വഖഫ് നിയമത്തിന്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനായി കുറച്ചു സമയം കൂടി അനുവദിക്കണമെന്നുമാണ് മന്ത്രി പറഞ്ഞതെന്നും ഫാദർ ആന്റണി സേവ്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വഖഫ് നിയമവും മുനമ്പവും തമ്മിൽ ബന്ധമില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സമ്മതിച്ചതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ കള്ളി വെളിച്ചത്തായെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുനമ്പം സമരസമിതിയെ അടക്കം BJP വഞ്ചിച്ചെന്നും പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. വഖഫ് ബിൽ പാസ്സായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ലെന്ന UDF നിലപാട് കേന്ദ്രമന്ത്രി റിജ്ജുവും ശരിവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറന്നിടുന്നതാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലെന്നും പ്രശ്നപരിഹാര സാധ്യത തെളിഞ്ഞുവെന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അത് അട്ടിമറിക്കുകയായിരുന്നുവെന്നും രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കാത്തിരിക്കുകയാണ് BJP എന്നും അദ്ദേഹം ആരോപിച്ചു. മുനമ്പത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. മുനമ്പം ജനതയുടെ റവന്യൂ അവകാശം തിരികെ നൽകാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും മുനമ്പത്ത് വരുമെന്നും കിരൺ റിജ്ജു കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വീഴരുതെന്നും അദ്ദേഹം പറഞ്ഞു. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച 2 പേരും. ആതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്നു ഇവർ അടങ്ങുന്ന കുടുംബം. ഇന്നലെയാണ് ഇവർക്ക് നേരെ കാട്ടാന കൂട്ടത്തിൻ്റെ ആക്രമണമുണ്ടായത്. ഇതോടെ 2 ദിവസത്തിനിടയിൽ 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച രാത്രി ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അടിച്ചിൽ തൊട്ടി മേഖലയിലെ തമ്പാൻ്റെ മകൻ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ആതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിലെ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി AK ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആതിരപ്പള്ളിയിൽ പിക്നിക് സ്പോട്ടിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ വൈകിട്ടോടെ കാട്ടാന ആക്രമണം ഉണ്ടായത്. ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മരണകാരണം സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ മുംബൈയിലുള്ള മന്ത്രി സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ആതിരപ്പള്ളിയിലേക്ക് സാധാരണ മരണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനിടെ 3 ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. വനാതിർത്തിയിലെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗരായി നിൽക്കുകയാണ്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തിൻ്റെ നിരീക്ഷണം ഉറപ്പാക്കി ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PM ശ്രീ പദ്ധതിയിൽ അംഗമാകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനോട് ഇനിയും യോജിക്കാതെ CPI LDFൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്നതോടെ ഈ ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം തീരുമാനമെടുക്കാനാകില്ല. PM ശ്രീയിൽ ചേരാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരള ഫണ്ട് കൂടി തടഞ്ഞുവെക്കുന്ന കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലെന്ന വാദമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും പാർട്ടിക്ക് ആകുന്നില്ലെന്ന് സ്വയം വിമർശനപരമായി വിലയിരുത്തുന്നുവെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. CPMന്റെ ദേശീയ തലത്തിലെ വളർച്ചയ്ക്ക് പാർട്ടിയുടെ പ്രവർത്തന രീതികളിൽ അഴിച്ചുപണി അനിവാര്യമാണെന്നും RSSന്റെ സ്വാധീനം കൂടുന്നത് ചെറുക്കാൻ പാർട്ടി പുതുവഴികൾ തേടേണ്ടതുണ്ടെന്നും MA ബേബി പറഞ്ഞു.
യുവാക്കളുടെ ഇടയിലെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പാർട്ടിക്ക് തന്നോ ഇതിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ലെന്നും പാർട്ടിക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനോ ഭാവനാപരമായി ചിന്തിക്കാനോ കഴിയുന്നില്ലെന്നും സമരങ്ങളിലെ പങ്കാളിത്തം പോലും ചടങ്ങായി മാറുന്നുണ്ടെന്നും CPM ജനറൽ സെക്രട്ടറി ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മാസപ്പടി കേസിലെ SFIO കുറ്റപത്രം EDക്ക് കൈമാറും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നിർദ്ദേശം. കുറ്റപത്രം ആവശ്യപ്പെട്ട് ED അപേക്ഷ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ ഇടപാടിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ കോടതി കേസെടുത്തിരുന്നു. സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ കുറ്റപത്രം എറണാകുളം അഡീഷണൽ സെഷൻസ് 7ാം നമ്പർ കോടതിയിലാണ് സ്വീകരിച്ചത്. എറണാകുളം നേര്യമംഗലം മാണിയമ്പാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പെൺകുട്ടിക്ക് ദാരുണാന്ത്യം. ബസ്സിനടിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇടുക്കി കീരിത്തോട് സ്വദേശി അനീറ്റ ബെന്നി 14 മരിച്ചത്. അപകടത്തിൽ 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മുൻ MP-യും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ KK രാഗേഷിനെ തീരുമാനിച്ചു. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. നിലവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന MP ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ആണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പുകഴ്ത്തിയ ദിവ്യ IASനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ്. AKG സെന്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെങ്കിലും ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ വിമർശിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷികയായി മാറുകയാണ് ദിവ്യ അയ്യരെന്ന് റിജിൻ മോഹൻ കുറ്റപ്പെടുത്തി. തനിക്കെതിരായുള്ള CBI അന്വേഷണ ഉത്തരവിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയും കിഫ്ബി CEOയുമായ KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്ന ആവശ്യം. പരാതിക്കാരൻ ജോമോൻ പുത്തമ്പുരക്കൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ജോമോനോടൊപ്പം 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഗുരുതര ആരോപണവും KM എബ്രഹാം ഉയർത്തി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ കൈപ്പേറിയ പ്രതികരണം നേരിട്ടത് ചില മനുഷ്യരുടെ നന്മകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിനാണെന്ന് ദിവ്യ അയ്യർ. സ്വന്തം അനുഭവത്തിലും ഉത്തമ ബോധ്യത്തിലുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെന്നും ഈ ലോകം എത്ര വിചിത്രമെന്ന് ചിന്തിച്ചു പോകുന്നുവെന്നും ദിവ്യ അയ്യർ പറഞ്ഞു. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്താമെന്ന് നിയമോപദേശം. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം നൽകിയത്. തിരുവമ്പാടി പാറമേക്കാവ് വേല ആഘോഷങ്ങൾക്ക് വെടിക്കെട്ടിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ അനുമതി പൂരം വെടിക്കെട്ടിന് ബാധകമാണെന്നാണ് നിയമോപദേശം. വാഹനത്തിന് പിഴയുണ്ടെന്ന സന്ദേശം വാട്സാപ്പിൽ ലഭിച്ചാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണിതെന്നും മുന്നറിയിപ്പുമായി കേരള പോലീസ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പേരിലാണ് സന്ദേശം വരുന്നത്. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കാതെ അവഗണിക്കണമെന്നും കേരള പോലീസ് ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.